Good morning, all. Good morning. I am Mohammed Farouk from Kopam, JCA Kopam. Good മാഡം, വളരെ ഇൻസ്പിറേഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇത് പോയിന്റ്സുകൾ മാത്രമല്ല, ഇൻസ്പിറേറ്റഡ് ആണ്. ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയുള്ള, എടുത്തു പറയാതിരിക്കാൻ കഴിയാത്ത ക്വാളിറ്റിയുടെ ഉടമയാണ് മാഡം കുട്ടി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മാഡം എന്ന് വിളിക്കാറില്ല. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല ഒരു ട്രെയിൻഡായ ട്രെയിനിങ് ഞങ്ങൾക്ക് തരാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഒരു മലപ്പുറംകാരി ആയതിൽ അഭിമാനം കൂടുതൽ തോന്നുകയാണ്. കാരണം ഒരു ട്രെയിനിങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും ശരിക്കും കോട്ട് ചെയ്തിട്ടുണ്ട്. സമയം, അതേപോലെ തന്നെ ഫാസ്റ്റിംഗ്, എല്ലാ കാര്യത്തിലും. അതോടൊപ്പം തന്നെ കുട്ടി തെരഞ്ഞെടുത്ത ആ സബ്ജക്ട് ഉണ്ടല്ലോ, ബർത്ത്ഡേ എന്നതിന്റെ അപ്പുറം വല്ലാത്ത ഒരു ലോകത്തിന് മൊത്തം കൊടുക്കാനുള്ള ഒരു സന്ദേശമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൺലി വൺ അല്ലല്ലോ. ഇതുവരെ ഉണ്ടായിരുന്നത് എന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റൊരാളുടെ ബർത്ത്ഡേ, ഓൺലി വൺ ആണ്. കുട്ടി കൊടുത്തത് ഒരു സമൂഹത്തിന്റെ, ഒരു കമ്പനിയുടെ, ഒരു ഇൻഡിപെൻഡൻസിന്റെ എല്ലാം കൊടുത്തു. വളരെ നല്ല സെഷൻ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻ ഫോർ യു. Thank you so much. Thank you. ഒരു ഹാപ്പി ബർത്ത്ഡേ തുടങ്ങി. രാവിലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ കണ്ടപ്പോൾ ഞാൻ മാഡത്തിന്റെ ഇന്നലത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് കരുതി. അത് ടോപ്പിക്കാണ് ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ഹാപ്പി ബർത്ത്ഡേ തുടങ്ങിയിട്ട് ഇവിടെ കൊടുന്ന് അവസാനിപ്പിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്. അതായത് ഒരു ഹാപ്പി ബർത്ത്ഡേയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സംഭവങ്ങൾ ഉണ്ടാവും എന്നറിയാം. എന്തായാലും നന്നായിരുന്നു സാർ. വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്. ഓക്കെ മാഡം. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. കാരണം ഇന്നലെ ഒരു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് മിസ്സായി പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ, നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവും. പക്ഷെ അതൊരു അടുത്ത ദിവസം അത് ക്ലിയർ ആക്കാന്നുള്ള അതാണ് ഇന്നത്തെ സെഷനോടുകൂടി മാഡം തെളിയിച്ചു തന്നിട്ടുള്ളത്. പിന്നെ എല്ലാ ദിവസവും ഒരു ബർത്ത്ഡേന്റെ പ്രാധാന്യമല്ല, അത് ഒരാൾക്ക് നമുക്ക് ഓർക്കേണ്ട സംഗതി എന്താ വെച്ചാൽ നമ്മൾ ഓരോ ബർത്ത്ഡേ ആണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പൊ അന്ന് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തി നമ്മുടെ ജീവിതം പുരോഗമിക്കാനുള്ള ഒരു സന്ദേശം കൂടിയാണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അത്രയും ഗവേഷണം ചെയ്ത വലിയ പോയിന്റ്സുകളാണ് ഇന്നിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ പോയിന്റ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പാഷനേറ്റ് ആയിട്ട് ഓരോ ദിവസവും ചെറിയ കാര്യങ്ങൾ ഒരു എന്താ പറയാ സ്ഥായിയായി കൊണ്ടുവന്നിട്ട് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനും നമുക്ക് സെഷൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ വളരെ എനർജറ്റിക് ആയിരുന്നു. ഡെലിവറി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഒരുപാട് ആൾക്കാരെ നമ്മളെല്ലാം പഠിപ്പിക്കണം എന്നുള്ള വളരെ ഒരു നല്ലൊരു മെന്റാലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് പോയിന്റ്സ് വീണ്ടും പറഞ്ഞത് അത്രയും നമുക്ക് ആഴത്തിൽ ഒരു ട്രെയിനറിന് ഏറ്റവും വലിയൊരു ധർമ്മമാണത്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാഡം. എന്റെ പേര് അനീഷ് മുഹമ്മദ്. ഞാൻ സംസാരിക്കുന്ന പുത്തമ്പള്ളിയിൽ നിന്നാണ്. എനിവേ കൺഗ്രാറ്റുലേഷൻ മാഡം. ശബ്ദം ഓഡിയബിൾ അല്ലേ? ഇന്നത്തെ സെഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്കുള്ള ഒരു സ്വാഗതമാണ് സത്യത്തിൽ മാഡം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും പല ആൾക്കാർക്കും ആഗ്രഹം ട്രാൻസ്ഫോം ആവണം, നല്ല വ്യക്തിത്വം ആവണം, സമാധാനം കിട്ടണം. പക്ഷെ എങ്ങനെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അതിനുള്ള ഒരു നല്ലൊരു അടിപൊളി ടിപ്സ് ആണ്. രാവിലെ തന്നെ പ്രിപ്പയർ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാവിലെ നന്നായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം നന്നായി കഴിഞ്ഞാൽ മൊത്തം ഹോൾ ഡേ നമുക്ക് നന്നായിരിക്കും എന്നുള്ള വലിയൊരു മെസ്സേജ് ആണ് മാഡത്തിന്റെ നിന്ന് കിട്ടിയത്. അതും ഒരു ഹാപ്പി ബർത്ത്ഡേനോട് സൂചിപ്പിച്ചിട്ട് ആണ് മാഡം പറഞ്ഞത്. കാരണം നമ്മുടെ സെല്ലുകളടക്കം, നമ്മുടെ ശരീരത്തിൽ കോടാനക്കോടി സെല്ലുകളുണ്ട്. ആ സെല്ലുകളൊക്കെ ഓരോ ദിവസവും ഫോർമാറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ശരീരം മുഴുവൻ ട്രാൻസ്ഫോം ആവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് മനുഷ്യന് മാറിക്കൂടാ? ആ ഒരു ചിന്തയാണ് മാഡം തന്നത്. മാത്രമല്ല നമ്മൾക്ക് ഡെലിവറി ചെയ്തത് കൊണ്ട് മാഡത്തിന് ഞങ്ങൾ തരേണ്ട ഏറ്റവും വലിയത് നല്ലൊരു ഫീഡ്ബാക്ക് ആണ്. അത് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് മനസ്സറിഞ്ഞ് ഞങ്ങൾ തരുന്ന സമയത്ത് അതും മാഡത്തിന് കിട്ടുന്ന ഒരു പുതിയ ജീവിതമാണ്. എനിവേ താങ്ക് യു വെരി മച്ച് മാഡം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞാൽ നേപ്പാളിൽ നിന്ന് ഞങ്ങളായിട്ട് ഒരു കണക്ഷൻ, ഒരു ക്ലാസ് തയ്യാറായി എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമാണ്. കൺഗ്രാജുലേറ്റ് ചെയ്യുക. അത് ഏറ്റവും വലിയ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരുന്നു. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ എനർജി ലെവൽ അതങ്ങനെ പവർഫുൾ ആയി പോയി എന്നുള്ളതാണ്. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. അടിപൊളി. ഒരുപാട് പുതിയ ലേണിംഗ്സ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ശ്രീസാറായിട്ട് കൂടിയാലോചിച്ച് നേപ്പാൾ യാത്ര, നേപ്പാളിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മാം. ഞാൻ മനോജാണ്, JCA Tripura എന്നാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അടിപൊളി സെഷനാണ്. ഈ ഒരു ബർത്ത്ഡേ എന്നുള്ള ഒരു ടോപ്പിക്കിൽ ഇത്ര വിശാലമായി സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എത്ര മനോഹരമായിട്ട് ആ ഫ്ലോ ഉണ്ടല്ലോ, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ കുറെ പോയിന്റ്സുകൾ നമുക്ക് ലൈഫിൽ ഉപകാരപ്പെടുന്ന ഇഷ്ടം പോലെ പോയിന്റ്സ് ആയിരുന്നു കിട്ടി. പിന്നെ നമ്മളൊരു ഫേസ്ബുക്കിലോ മറ്റൊക്കെ ഒരു പോസ്റ്റ് കണ്ടാൽ അതിനൊന്ന് റെസ്പോൺസ് ഒന്ന് റിയാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കാതെ അവഗണിക്കുക. സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ബർത്ത്ഡേ മെസ്സേജ് ഞാൻ ശ്രദ്ധിക്കാതെ പോയി. ഐ ആം റിയലി സോറി. അപ്പോൾ എന്തായാലും അടിപൊളി സെഷനാണ്. ഈ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഡത്തിന്റെ പേജ് ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു, ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫേസ്ബുക്കിൽ കമന്റ് വരും. താങ്ക് യു വെരി മച്ച്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ പുതിയ ആളാണ്. എന്റെ പേര് സപ്ന. ഇന്നലെ ഷൈനി മാഡം റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോമിലോട്ട് ഇന്നലെ ഫസ്റ്റ് ടൈമായിട്ട് ജോയിൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നെഗറ്റിവിറ്റി ഒരു ഫീൽ ചെയ്തപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോമിലോട്ട് കയറിയാൽ നല്ല പോസിറ്റീവ് വൈബ് കിട്ടുമെന്ന് മാഡം പറഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്ന് ഞാൻ പേഴ്സണലി ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഷൈനിങ് തന്ന മാഡത്തിന്റെ ചിരി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ചിരി കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു സന്തോഷം എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നു.
പിന്നെ ഒന്നാമത് മാഡം പറഞ്ഞ ആ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിക്കിടക്കുന്ന ഓരോ ടോപ്പിക്സ് ആണ് ഇങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത് എടുക്കാമെന്ന് പേഴ്സണലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും എന്തുകൊണ്ട് നമുക്കത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പൊ മാഡം ഇന്ന് പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്താൽ മാഡം പറയുന്ന പോലെ ഇന്ന് നമ്മുടെ പുതിയ ബർത്ത്ഡേ ആയിട്ട് നമുക്കത് ആഘോഷിക്കുന്ന നാളെ മുതൽ നമ്മളിലുള്ള ഒരു പുതിയ ആളെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്നൊരു നല്ലൊരു കോൺഫിഡന്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് തന്നെ മാഡത്തിന്റെ ക്ലാസ്സിൽ വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ഷൈനി മാം, എന്റെ ട്യൂട്ടർ, എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നതിന്. താങ്ക് യു സോ മച്ച്. മാം താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു സഫ്ന മാഡം ഒരു യാത്രയില്ലാതെ തോന്നും. ആ യാത്രയിൽ ഇരുന്നിട്ട് പോലും ആ ഒരു ഇമ്പാക്റ്റോട് കൂടി ആ ഒരു ഫീഡ്ബാക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ ശരണ മാഡത്തിന്റെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണത്. കാരണം ആ ചുറ്റും ഒരുപാട് പ്രതിസന്ധി ഞാൻ പാലക്കാട് ട്രാവലിംഗിന്റെ ഇടയ്ക്കാണ് ഞാൻ മാഡത്തിന്റെ ക്ലാസ് കുറച്ചും കൂടി ബ്രേക്ക് ചെയ്യാതെ അത്രയും ഇൻട്രസ്റ്റോട് കൂടി കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരം. അതേ ഞാൻ പറഞ്ഞ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്പാർക്ക് കത്തും എന്നുള്ളതാണ്. അത് ഇഗ്നേറ്റ് ചെയ്യും. ആ ഒരു ഇഗ്നേറ്റ് പ്രതിഫലനം തന്നെയാണ് വളരെ മനോഹരമായ ഫീഡ്ബാക്കിലൂടെ സഫാന മാഡം ഇന്ന് നമ്മളോട് പങ്കുവച്ചത്. സഫാന മാഡം യാത്രയിലാണ്. പലർക്കും ചിന്തിക്കാം ആ യാത്രയാണ് ഞാനിപ്പോ ഒന്നും പറയണ്ട എന്നുള്ളത്. പക്ഷേ ഇന്ന് സഫാന മാം ഈ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ മാഡം മുന്നേ സൂചിപ്പിച്ച പോലെ ആ ഭയങ്കര ഡെസ്പായി പോകും. നമ്മളൊരു ഹൃദയത്തിൽ എന്തോന്നും തങ്ങി നിൽക്കും എന്നുള്ള ആ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നത് ഈ ഒരു കോഫി ടൈക്കിലോക്കി ഇനി നിർഗളമായിട്ട് എത്തിക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് കോഫി ടോക്കിന്റെ ലിങ്ക് അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു നമ്മുടെ സഫാന മാഡത്തിന്റെ എനിക്കറിയാം ഇനിയും ഇത് നീണ്ടു പോകുമ്പോൾ ഒരുപാട് പേർക്ക് ഫീഡ്ബാക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ സമയത്തിന്റെ ആ ഒരു പരിമിതി മൂലം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഫീഡ്ബാക്ക് ഇവിടെ നിർത്തുന്നത്. ബാക്കി കോഫി ടോക്കിലൂടെ നിങ്ങൾക്ക് എല്ലാ ഫീഡ്ബാക്കും അറിയിക്കാം. ഓക്കെ താങ്ക് യു മിസ്. ഇന്നത്തെ സഫാന മാഡത്തിന്റെ ആ ഒരു ഫീഡ്ബാക്കോട് കൂടി ഇന്നത്തെ സെഷൻ നമ്മൾ ഫീഡ്ബാക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ 150ാമത്തെ ദിവസം 150 ഡേയ്സ് ഇതിൽ ഇന്ന് തെക്കൻ ടോപ്പിക് വളരെ കോൺസെൻട്രേറ്റ് ആയി വന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. നിങ്ങൾ ജനിച്ച ദിവസം എന്നുള്ളത്. പക്ഷേ ആ ജനിച്ച ദിവസത്തിൽ ഉപരി ഒരു മാൻ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മഫലത്തെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഓർമ്മിക്കുക ചെയ്ത ശരണ മാഡത്തിന് ഈ ജാസു 7am എല്ലാവിധ സ്നേഹവും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കോഫി ടോക്കിൽ ഇന്നലെ താങ്ക് യു സുജിത് സർ. ഹാവ് എ ഫ്രഷ് ആൻഡ് നൈസ് മോർണിംഗ് ടു ഓൾ. 150ാമത്തെ ദിവസത്തെ JCI ജാസിന്റെ 7am മോർണിംഗ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാൻ വിളിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. ഒപ്പം ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കൂടിയായ മുജീബ് സർ, അതുപോലെ ചെയർമാൻ ശ്രീജിത്ത് സർ, അതുപോലെ ഇന്നത്തെ ട്രെയിനർ ആയ JCI ഷിറോണ മാം ഹാപ്പി ബർത്ത്ഡേ എന്ന വിഷയത്തിലാണ് നമുക്ക് ഇന്ന് ക്ലാസ് തരുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി, ഒരു മാറ്റം, പുതിയ അറിവുകൾ നമുക്ക് അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. അതിന്റെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ടോപ്പിക് ഹാപ്പി ബർത്ത്ഡേ. ഓരോ ദിവസവും ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ടും ഓരോരുത്തരും പുതുമുഖങ്ങളായി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും JCI ഷിറോണ മാമിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഈ ഫ്ലോറിൽ എന്നും ആവേശഭരിതരായി നിൽക്കുന്ന കുറെ വ്യക്തിത്വങ്ങളുണ്ട്. ഇതിന് സംഘാടകർ, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായും എല്ലാവരുടെയും ആവേശഭരിതമായ ഈ രാവിലത്തെ ഈ സന്ദേശം കേൾക്കുന്നതിലേക്കായി എത്തിച്ചേർന്നിട്ടുള്ള ഓരോ വ്യക്തിത്വങ്ങളെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൊഫൈൽ വായിച്ച് കഴിഞ്ഞ് ഞാൻ മൊത്തം പ്രൊഫൈൽ വായിക്കണമെന്നുണ്ടെങ്കിൽ ശിരോണ മാഡത്തിന്റെ പ്രൊഫൈൽ വായിച്ചതിന് ശേഷം ശിരോണ എന്നോട് പറയും താങ്ക് യു ചെയർമാൻ എന്ന് പറയും. അപ്പോൾ തന്നെ മാഡം പറയും ടൈം ഇസ് ഓവർ, ഹാൻഡ് ഓവർ ടു ചെയർമാൻ. ഈ രണ്ട് വാക്ക് എന്ന് നമുക്ക് ട്രെയിനർക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സ്പഷ്ടീകരണമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. ഷെനോ ബിക്കം മൾട്ടിഫേസ് എക്സ്പീരിയൻസ് ഉണ്ട്. HRD ട്രെയിനർ, ലൈഫ് കോച്ച്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, NLP പ്രാക്ടീഷണർ, തെറാപ്പിസ്റ്റ്. കണ്ടക്ട് 5 lakh സ്റ്റുഡൻസ്, 2 lakh പാരന്റ്സിന് ഉള്ള ട്രെയിനർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്തം കിട്ടില്ല എന്നുള്ളതാണ്. അത്രത്തോളം കപ്പാസിറ്റി ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ശിരോണ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലെ ശിരോണയുടെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മുടെ കോഫി ടോക്കിൽ ഒരുപാട് വിഷസ് ശിരോണ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം താങ്ക് യു സോ മച്ച്. ഓഡിബിൾ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഹലോ, ആരും പോകരുത്, എല്ലാവരും വീഡിയോ റെസ്പോണ്ട് ചെയ്യണം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടല്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള ഒരാളായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സംസാരിച്ച് ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒരു വലിയൊരു ടോപ്പിക് ഒന്നും അല്ല എടുത്തിരിക്കുന്നത്. മീൻസ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് വിചാരിക്കുന്നത്. റെഡിയാണോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങളുടെ ചാറ്റ് ബോക്സ് നിങ്ങൾ യൂസ് ചെയ്യണം, ചാറ്റ് ചെയ്യണം. നമ്മൾ ഇന്ന് ഫുൾ ചാറ്റിങ്ങിലൂടെയും ഒരാൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മീൻസ് ചാറ്റിങ്ങിൽ എന്തൊക്കെ വരുന്നുള്ളത് നോക്കാൻ വേണ്ടി എന്നെ സഹായിക്കണം. ഓക്കെ, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നിയത്? ഹാപ്പി ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേ എന്നുള്ളത് അത് ഓൾറെഡി രേഖ മാം ഓൾറെഡി പൊട്ടിച്ചു. ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നെന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, ജനനം എന്ന് പറയുന്നത് അത്യധികം സന്തോഷപൂർവമായ ഒരു സത്യമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് എന്റെ മനസ്സിൽ വന്നത്. ഓക്കെ, പറഞ്ഞോ, എന്തൊക്കെയാണ് മനസ്സിലേക്ക് വന്നത്? ഒരു സന്തോഷ ദിനമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ വെർച്വൽ കാലത്ത് എല്ലാവർക്കും വെർച്വൽ ചോക്ലേറ്റ്സ് ഉണ്ട്. ആൻസർ ചെയ്തു, വെർച്വൽ ചോക്ലേറ്റ്സ്. മരണവും നമ്മുടെ തീരുമാനത്തിലല്ല എന്നുള്ളതും കൂടെ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെയാണ്. താങ്ക് സോ മച്ച്. അങ്ങനെയാണെങ്കിൽ ഈ 364 ദിവസങ്ങൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത 365ാമത്തെ ദിവസം മാത്രം എന്താവുള്ള എന്നുള്ള ചിന്ത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഉത്തരം ഇതിന് കിട്ടുമെന്നുള്ള ഒരു ക്യൂരിയോസിറ്റി വന്നതാണ്. തീർച്ചയായിട്ടും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. മറുപടി പറഞ്ഞ് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഹാപ്പി ബർത്ത്ഡേ, സെലിബ്രേഷൻ ഓഫ് ലൈഫ്. എന്തേ ശരിക്കും നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ അന്നൊരു ദിവസം തന്നെ ജനിക്കണമെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തർക്കും പ്രത്യേകതയുണ്ട്. അങ്ങനെ ഈ പ്രത്യേകതകളുള്ള ഒരു ദിവസങ്ങളൊന്നും പറയാൻ പറ്റും. എന്തൊക്കെ ദിവസങ്ങൾക്ക് നമ്മൾ പ്രത്യേകതകൾ കൽപ്പിക്കാറുള്ളത്?
ബർത്ത്ഡേ മാത്രമല്ല, നമ്മൾ ജനിച്ച ദിവസം മാത്രമല്ല, മറ്റു പല ദിവസങ്ങളും നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ആഘോഷിക്കാറുണ്ട്. എന്തൊക്കെ ദിവസങ്ങളായിരിക്കും? വെഡിങ് ഡേ, ഓണം, വിഷു, ബക്രീദ്, വെഡിങ് ആനിവേഴ്സറി, ന്യൂ ഇയർ, ക്രിസ്മസ്, ക്രിസ്മസ്. നവംബർ 14 ശിശുദിനം. ഓക്കെ, കൊള്ളാം, അടിപൊളി. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഡേറ്റ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ദിവസം നമ്മൾ ജനിച്ചു, നമ്മുടെ ഓരോ ദിവസം ഓരോരുത്തരും ജനിച്ച വ്യത്യസ്തമായ ദിവസങ്ങളാണ്. ആ ദിവസത്തെ നമ്മൾ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുണ്ട്. ബക്രീദ്, ക്രിസ്മസ്, ഓണം, വിഷു ഇതൊന്നും അല്ലാതെ തന്നെ നമ്മുടെ ലൈഫിൽ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരാറുണ്ട്. ഫസ്റ്റ് ജേണി മേക്കേഴ്സ്. എന്ത് ഈ ജേണി മേക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ യാത്രയിൽ, അതായത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചില ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുണ്ട്. അത് എന്തൊക്കെ ദിവസങ്ങളായിരിക്കും ഒന്ന് സ്പെസിഫൈ ചെയ്യാവും? നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ മാർക്ക് ചെയ്യുന്ന ചില ദിവസങ്ങൾ, ഷെയർഡ് എക്സ്പീരിയൻസ് ആയിട്ട്, അതാണ് ഈ ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഷേപ്പ് ചെയ്യുന്ന ദിവസങ്ങൾ, അതിനെയാണ് ജേണി മേക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് സെലിബ്രേറ്റിംഗ് ബോൺസ്, ചില ബോൺസ് ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ദിവസം നമ്മൾ ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആകാൻ വേണ്ടി അങ്ങനെയുള്ള സെലിബ്രേഷൻസ് ആണ് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു കൂട്ടായ്മ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഈ ഒരു രാവിലത്തെ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആണ്. ഇതിപ്പോൾ ഒരു 500 ദിവസം ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ ഉണ്ടാവോ? ഹലോ, ഈ ആനിവേഴ്സറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സെലിബ്രേറ്റിംഗ് ബോൺസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സെലിബ്രേഷൻസ്. അടുത്തെന്ന് പറയുന്നത് കമ്പനി മൈൽസ്റ്റോൺസ്. നമുക്കൊക്കെ കമ്പനികളുണ്ടാവും, പല കമ്പനികളുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥാപനങ്ങളിൽ, ചില ഓർഗനൈസേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഇതിനൊരു 10th ആനിവേഴ്സറി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു, കുറച്ചും കൂടെ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, അതാണ് അവിടുത്തെ ഉദ്ദേശം. കമ്പനി മൈൽസ്റ്റോൺ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നൊരു ആശയത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് കമ്പനി മൈൽസ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജേണി മേക്കേഴ്സ്, സെലിബ്രേറ്റിംഗ് ബോൺസ്, നെക്സ്റ്റ് കമ്പനി മൈൽസ്റ്റോൺ. അടുത്തൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ജനനം ഉള്ളതുകൊണ്ട് നമുക്ക് ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ച് റിയാലിറ്റി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് പറയാം. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് നമ്മുടെ പത്രത്തിൽ, നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. പത്രം വായിക്കാൻ നമ്മൾ കണ്ടൊരു കാര്യം, ന്യൂസ് എല്ലാം കാണുമ്പോൾ ന്യൂ ആയിട്ട് സൂയിസൈഡ് നടക്കുന്നു. അത് ട്രെയിൻ ആയിക്കോട്ടെ, മറ്റു പല രീതിയിൽ സൂയിസൈഡ്സ് നടക്കുന്നു. അങ്ങനെ മാനസികമായിട്ട് ആർക്കും ഇപ്പോഴത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഈ ജാസ് ടോക്സിൽ വരുന്നവർക്ക് അതിനുള്ള സാധ്യത തീരെയില്ല. കാരണം എല്ലാ ദിവസവും പോസിറ്റിവിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടാത്ത കുറച്ച് ആൾക്കാർ. ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി, ലൈഫിന്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. ഫിനിറ്റ് ലൈഫാണ്. അതായത് നമുക്കൊരു ജനനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരണമുണ്ട്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇനിയുള്ള സെഷനിലാണെങ്കിലും ഇനിയുള്ള ലൈഫിലാണെങ്കിലും നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കൊരു ജനനം ഉണ്ടെങ്കിൽ നമുക്കൊരു മരണമുണ്ട്. അതിന് മുൻപ് എന്താണെങ്കിലും മരണമുണ്ട്. അതിന് മുൻപ് നമ്മളായിട്ട് പോയിട്ടൊരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും മരണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ലിവിങ് ഫുള്ളി. നമുക്ക് എന്താണെങ്കിലും മരണമുണ്ട്. അതുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിക്കുന്ന ഓരോ നിമിഷവും ലിവിങ് ഫുള്ളി, മുഴുവനായിട്ട് ജീവിക്കുക. ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുക. ഓരോ നിമിഷവും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാറുണ്ട്. ഇപ്പൊ തന്നെ ഇന്നലെ എന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷേ ഞാനായിട്ട് ചോദിച്ചു, ഓക്കെ, എനിക്ക് നാളെ തന്നെ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷം, നാളെ തന്നെ ഞാൻ എടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ നിമിഷവും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ ഗ്രാബ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ലിവിങ് ഫുള്ളി എന്നൊരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു പ്രശ്നം വരുമ്പോൾ, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമാണല്ലോ, നാളെ എന്ത് ചെയ്യും, ഞാൻ ആ പ്രശ്നത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുവാണല്ലോ, ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ഓരോ നിമിഷവും ജീവിക്കുക എന്നൊരു ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അടുത്തത് ടേക്കിംഗ് റിസ്ക്. മൂന്നാമത്തെ പോയിന്റാണ് റിസ്ക് എടുക്കുക. റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവരാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമുക്ക് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഒരു മലയുടെ മുകളിലാണ് താമസിക്കുന്നത്. കുറച്ച് തടിയുള്ള ഒരാളാണ്. തടിയുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് അത്യാവശ്യം കൂടുതലാണ്. BMI കറക്റ്റ് അല്ല. അപ്പോൾ തന്നെ ഞാൻ ചെയ്തത്, ഇവിടെ വന്നതിന് ശേഷം രാവിലെ എനിക്കിവിടെ നമ്മുടെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാർ വരും. നമുക്ക് എല്ലാവർക്കും കാർ വരും. തിരിച്ച് കാർ കൊണ്ടുവിടും. പക്ഷെ ഞാനായിട്ട് ഒരു റിസ്ക് എടുത്തു. ഇല്ല, ഒരു 4 കിലോമീറ്ററോളം, ഏകദേശം 4-5 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നമുക്ക് ടൗണിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ മല ഇറങ്ങി നടന്നാൽ മാത്രമേ നമുക്ക് ടൗണിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാനായിട്ട് എന്നെ ഒരു റിസ്കിലേക്ക് ഇട്ടു. ഈ കാർ നമ്മൾ ഉപയോഗിക്കില്ല, നടന്ന് കയറും. ഓക്കെ. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഒരു ബുദ്ധിമുട്ടുണ്ട്. ദിവസങ്ങൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാലിന് കൈക്കൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്നതോറും ഇതിനോട് യൂസ്ഡ് ആവാൻ തുടങ്ങി. എന്റെ ബോഡി ഫിറ്റ് ആവാൻ തുടങ്ങി. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മളെയായിട്ട് ഒരു റിസ്കിലേക്ക് ഇടുക. നമ്മളെ ഒരു റിസ്കിൽ ഇടുമ്പോൾ വേറെ ആരും ചോദിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. നമ്മളായിട്ട് റിസ്ക് ആണ്. നമ്മൾ തന്നെ അതിൽ നിന്ന് കയറി പോരും. നമ്മൾ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞു കുട്ടികളെ, പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ചെറിയ കുട്ടികളെ വെള്ളത്തിലേക്ക് ഇടുന്നു. ആ ചെറിയ കുട്ടികളെ ഒന്നും പഠിപ്പിക്കാത്ത, ചില ദിവസങ്ങൾ മാത്രമായ കുട്ടികളെ നീന്തി കരയിലേക്ക് എത്തുന്നത് നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സ്വയമേ റിസ്ക് എടുക്കാനും റിസ്കിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള സ്കില്ല് നമുക്കുള്ളിലുണ്ട്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും പല രീതിയിലാണ് നമ്മൾ വളർത്തപ്പെട്ടത്. ഈ ഒരു പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് റിസ്ക് എടുക്കാൻ വളരെ പേടിയാണ്, റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, തിരിച്ചു വരാനുള്ള സ്കില്ലും പലപ്പോഴും കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് എന്ത് ചെയ്യണം? ഈ സ്കില്ലിനെ കൂട്ടിക്കൊണ്ട് വരിക. ഓരോ ദിവസം ചെറിയ റിസ്കുകൾ കൊടുത്ത് നമ്മളെ തന്നെ നമ്മൾ എംപവർ ചെയ്യുക, നമ്മളെ തന്നെ മുകളിലേക്ക് കൊണ്ടുവരിക. ആദ്യത്തെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫ് ഫിനിറ്റ് ആണ്. അതായത് നമ്മുടെ ലൈഫിന് ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് തന്നെ ലിവിങ് ഫുള്ളി മാക്സിമം നമ്മൾ ജീവിക്കുക. എത്രമാത്രം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുമോ, സന്തോഷത്തിനേക്കാൾ ഉപരി ഓരോ നിമിഷവും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന എങ്ങനെയൊക്കെയാണ്.
ഇനി ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ലൈഫിലെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് തന്നെയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ടൂറിനൊക്കെ പോകുന്ന കുട്ടിയായിരുന്നു. മാക്സിമം എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുക ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ എന്റെ വീട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ടൂറിന് പോകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിപ്പം ഫോറസ്റ്റിലേക്ക് പോകുക, അങ്ങനെ കുറെ പഠന രീതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളെ തന്നെ ശ്രദ്ധിക്കണം, അങ്ങനെ നോക്കണം, ഇങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കരുത്, അങ്ങനെ നോകളുടെ ഒരു കൂമ്പാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അന്ന് കുറച്ചും കൂടെ ഒക്കെ എൻജോയ് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ബാക്കിയുള്ളവരുമായിട്ട് കണക്ഷൻസ് കീപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ എന്ന് മുതലാണ് ഇത് മനസ്സിലാക്കി തുടങ്ങിയത്, അന്ന് മുതൽ ഞാൻ ചിന്തിച്ചു ലിവിംഗ് ഫുള്ളി, ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കുക. അത് എന്ത് തരത്തിലുള്ള ഇമോഷൻസ് ആയിക്കോട്ടെ, നമുക്ക് സങ്കടം വരാം, സന്തോഷം വരാം, ദേഷ്യം വരാം. ഇല്ലേ, നമുക്ക് ദേഷ്യം വരൂലേ? ദേഷ്യം വരും. മനുഷ്യനാണെങ്കിൽ ദേഷ്യം വരും, സന്തോഷം വരും. ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് നമുക്ക് ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാരോട് കൊള്ളാലോ, ഇവർ എന്നെക്കാട്ടി മുകളിൽ, ഇതൊക്കെ നമുക്ക് തോന്നും, എന്നെക്കാട്ടി മുകളിലാണെന്ന് തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവരോട് ചില സമയത്ത് പെരുമാറാൻ തോന്നും. അല്ലെങ്കിൽ ഇതെല്ലാം മനുഷ്യനാണെങ്കിൽ ഇതെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഓരോ നിമിഷവും ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ലൈഫിൽ ഒരു മീനിങ് ഉണ്ടാവും. മീനിങ് ഫുൾ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പോകാൻ പറ്റും. അടുത്തതായിട്ട് ടേക്കിംഗ് റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോകാം. ദ ഓൺലി വേ ടു ഡു ഗ്രേറ്റ് വർക്ക് ഈസ് ടു ലവ് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ സ്നേഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു വർക്ക്, നമുക്ക് നല്ല ഫുള്ളി ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു ആശയമാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഒരു പുതിയൊരു ബിഗിനിങ്ങിലേക്ക് നമ്മൾ പോവുക. ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ അതൊരു പുതിയ മൈൽ സ്റ്റോൺ ആണ്, പുതിയ തുടക്കമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ? അത് എല്ലാ ദിവസവും പോലെ ഒരു ദിവസം അങ്ങനെയാണോ? ഹലോ, അല്ലല്ല, പുതിയൊരു ദിവസമാണ് തീർച്ചയായിട്ടും. ഇപ്പം കുറച്ച് വർഷങ്ങൾ നമ്മൾ കഴിയുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. അതിന്റെ റീസൺ എന്താണെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, എത്ര വയസ്സാണെന്ന് ചോദിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതെന്തായിരിക്കും? ഹലോ, പ്രായം കൂടുതലാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു മടി. അതെ, അതിനേക്കാൾ കൂടുതലായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു ഇന്ത്യയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾക്ക് ഒരു 100 കോടി ടേൺ ഓവർ ഉണ്ട്, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് പറയാൻ ഭയങ്കര സന്തോഷമാണ്, എങ്കിൽ നിങ്ങളുടെ പ്രായം അറിയുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴാണ് പ്രശ്നം വരുന്നത്? നമ്മൾ ഒരു പടി നമ്മുടെ ഒരു വർഷം ആകുമ്പോൾ, നമ്മൾ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ സാധിക്കുന്നില്ലാതെ വരുമ്പോഴാണ് ഓക്കെ എനിക്ക് പ്രായം പറയാൻ ബുദ്ധിമുട്ടാണ്, ഇത്രയും വർഷമായിട്ടും എനിക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ലിവിംഗ് ഫുള്ളി ടേക്ക് റിസ്ക് എടുക്കുക. നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, ആ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക. ഓക്കെ, ഹലോ, ഓക്കെ. അപ്പൊ അടുത്തൊരു പുതിയൊരു ബിഗിനിങ്ങിലേക്ക് പോവാം. ഇന്ന് ഞാൻ ബർത്ത്ഡേ എന്നൊരു ടോപ്പിക് എടുത്തപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയും മാത്രമാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ബർത്ത്ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം, നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആണ്. അതായത് പുതിയ തുടക്കങ്ങളിലേക്ക്, പുതുതായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ ആണ് ബർത്ത്ഡേ വരുന്നത്. ആ ഒരു ജനിക്കുന്ന ദിവസത്തെയാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ഒരു ദിവസത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുക ബർത്ത്ഡേ ആയിട്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ നോട്ട് ചെയ്യുക, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. എന്റെ ലൈഫിൽ പണ്ടത്തെ ഒരു വ്യക്തി ഉണ്ടാവും, പുതിയൊരു വ്യക്തി ഉണ്ടാവും. ഈ ഒരു പുതിയ വ്യക്തിയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. പുതിയ വ്യക്തിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്രമാത്രം ടേൺ ഓവർ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനർ ആണെങ്കിൽ ഇത്രമാത്രം ട്രെയിനിങ്സ് നമ്മൾ എടുത്തിട്ടുണ്ടാവുക. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിന് മുകളിൽ ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ട് അതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, റിസ്ക് എടുക്കുക. അടുത്തത്, ഒരു പുതിയൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഒരു വെർച്വൽ ലോകം വളരെ സജീവമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനൊരു വേറൊരു നാട്ടിലിരുന്ന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വെർച്വൽ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച ഒരു അനുഗ്രഹം കൂടിയാണ്. ഓക്കെ, അപ്പം പുതിയൊരു തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട്. നമ്മൾ പുതിയതായിട്ട് ജനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ കുഞ്ഞുണ്ടായി, അല്ലെങ്കിൽ പുതിയൊരു നമ്മുടെ വീട്ടിൽ പുതിയൊരു കയർതാമസം, പാലുകാച്ചല്, അല്ലെങ്കിൽ എന്താ പറയാ പെരവാസ്തുലി, അങ്ങനെ പല പേരിലാണ് അറിയപ്പെടുന്നത്, കുടിയിരിക്കല്. അപ്പോൾ ഇങ്ങനെ പല പേരിൽ നമ്മൾ അറിയും. അപ്പോൾ ഇതെല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. പുതിയ വീട്ടിലോട്ട് കയറുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ ഒരാഴ്ച വീടൊക്കെ നല്ല വൃത്തിയാക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് വന്നവരൊക്കെ വന്ന് നോക്കുമ്പോൾ കാണാം എവിടെയൊക്കെ മാറാലുണ്ട്, എവിടെയൊക്കെയുണ്ട്. ഇതൊക്കെ പുതിയ ഫ്രഷ് സ്റ്റാർട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് താഴേക്ക് പോകുന്നു. ഇങ്ങനെ ഉണ്ടാവരുത്. പുതിയ ഇപ്പോൾ ഉണ്ടായ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് രാവിലെ എഴുതിയിടുക. രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് ടിക്കറ്റ് പോകാൻ പറ്റുമോ നോക്കുക. ഒരു പകുതിയിൽ കൂടുതൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അത് നിങ്ങളെ അടുത്ത ദിവസത്തിലേക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് കുറച്ചും കൂടെ ആശയപരമായിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് സ്റ്റാർട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ടു ഡു ലിസ്റ്റ്. ടു ഡു ലിസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ? വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബിസിനസ്സുകാരായിക്കോട്ടെ, ട്രെയിനേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഈ പല ഏജ് കാറ്റഗറിയിലുള്ളവരായിരിക്കും ഇന്ന് ഇവിടെ കേൾക്കുന്നത്. അവർക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ചെയ്യാന്നുള്ളത്. ചെയ്യാൻ പറ്റുമോ? പാടുള്ള കാര്യമാണോ? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ എല്ലാവരും അത് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ തന്നെ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ദിവസം ഇത്ര രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വെക്കുക. ഇതിനേക്കാൾ ഒരു മടങ്ങ് എത്ര കൂട്ടാം എന്ന് തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. അത് ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ്. ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് എഴുതി വെച്ച് അതിന് കൃത്യമായിട്ട് ഒരു അസസ്മെന്റ് നടത്തി, നിങ്ങൾ തന്നെ അസസ്മെന്റ് നടത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇന്നത്തേനേക്കാൾ ഒരു പടി ബെറ്റർ ആയിരിക്കും അടുത്ത ദിവസം.
ഓക്കെ, അപ്പം ഫ്രഷ് സ്റ്റാർട്ട് കീപ്പ് ചെയ്യുക. എ ന്യൂ ഇയർ ഓഫേഴ്സ് എ ചാൻസ് ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് പേഴ്സണൽ റിനോവേഷൻ. ഒരു പുതിയ വർഷം എന്ന് പറയുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് പേഴ്സണൽ റിനോവേഷൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ എംബ്രേസ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് മാറാൻ വേണ്ടി നിങ്ങൾ തന്നെ ശ്രമിക്കുക. വേറെ ആരും ഒരിക്കലും നിങ്ങളെ അതിനുവേണ്ടി സഹായിക്കില്ല. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് മുന്നോട്ട് വെറുതെ പറയുന്നതാണ് മക്കളുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ഇവരുണ്ട്, അവരുണ്ട് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു പുതിയ വേർഷനിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഹലോ ഓക്കെ എംബ്രേസ് ദ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. നമുക്ക് ഒരു ഐഫോൺ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഫോൺ ആയിക്കോട്ടെ അതിന്റെ ഏറ്റവും പുതിയ വേർഷൻ ഉപയോഗിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പഴയ വേർഷൻ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ കാണും. എന്നാൽ പുതിയ വേർഷൻ ഉപയോഗിക്കുന്നതിന്റെ കാരണം അത് അപ്ഡേറ്റഡ് ആയിരിക്കും, നമുക്ക് ഏറ്റവും പുതിയ ഫെസിലിറ്റീസ് അതിനകത്ത് കിട്ടും. ഇതൊക്കെയാണ് അതിന്റെ റീസൺ. കാണാനുള്ള ഭംഗി ഇതെല്ലാം നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാനാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമുക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളത് പോലെ തന്നെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് ലോകത്തിന് വേണ്ടിയത്. അതുകൊണ്ട് തന്നെ പഴയ വേർഷനിൽ നിൽക്കുന്നവർ അപ്ഡേറ്റ് ചെയ്യുക. അടുത്തായിട്ട് ചേഞ്ചിങ് ലൈഫ്സ്. ജീവിതത്തെ മാറ്റുന്ന ചില കാര്യങ്ങളാണ് ചെറിയൊരു സ്മൈൽ. നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുമോ? ഹലോ, വീഡിയോയിലുള്ളവരൊക്കെ ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കോ? ഒന്ന് ചിരിച്ചു. ഓക്കെ ശരി. അപ്പൊ നിങ്ങളുടെ ചിരിയൊക്കെ വളരെ മനോഹരമാണ്. ചിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ പറ്റൂലേ? ഗീത മാഡം നല്ല ചിരിയാണ്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ചിരിയാണ്. ബിന്ദു മാഡം, ഓക്കെ, ഒരുപാട് രജി സാറ്, ഒത്തിരി പേരുടെ ചിരി കാണാൻ പറ്റുന്നുണ്ട്. സഫ്ന നല്ല ചിരിയാണ്. ഒന്ന് ചിരിക്കുവോ? ഓക്കെ. അപ്പൊ ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ ചിരി കാണുമ്പോൾ നമുക്ക് ഉള്ളിലൊരു സന്തോഷമാണ്. ഇതിനകത്ത് മലപ്പുറത്തില്ല, നമ്മൾ ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരാൾ ഇപ്പോൾ ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവും നിങ്ങൾ ചിരിക്കുകയാണെന്ന് മനസ്സിലാവും. നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പ്രഷനിലൂടെ അത് മനസ്സിലാക്കാം. പക്ഷേ വെർച്വൽ ലൈഫിൽ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങൾ ചിരിക്കുകയാണോ കരയുകയാണോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഹലോ, പ്രതികരണങ്ങളിലൂടെ. പ്രതികരണങ്ങളിലൂടെ. എന്തൊക്കെയാണ് ഈ പ്രതികരണങ്ങൾ? നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ചിരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇപ്പൊ ഒരു ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ഒരുപാട് സോഷ്യൽ മീഡിയസ് ഉണ്ട്. എങ്ങനെ മനസ്സിലാവുക? ഇമോജീസ്. കാലഘട്ടം മാറുമ്പോൾ നമ്മൾ ആ ഒരു വെർച്വൽ ലൈഫിൽ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ചിരി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത്, ഈ എക്സ്പ്രഷനെ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റണം. നിങ്ങൾ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരാൾ ഇട്ടു, നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങൾ മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർക്ക് മനസ്സിലാവോ? വെർച്വൽ ലൈഫിൽ നിങ്ങൾ മരിച്ചതായിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വെർച്വൽ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ ഒരു പടിയിലേക്ക് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർ ആണെങ്കിൽ ആ നിങ്ങളുടെ സ്റ്റുഡൻസിന് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്, എന്റെ ടീച്ചർ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ്. എന്റെ പോലെ തന്നെ നമ്മുടെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ അത്രയും എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും എന്തായി? പഴഞ്ചനായി. അതേപോലെ തന്നെ എല്ലാ പ്രൊഫഷനിലും ഉള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ പഴഞ്ചനായി പോകും. പഴഞ്ചനായിട്ടുള്ള ഒരാളെ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, കാലഹരണപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറഞ്ഞ പക്ഷം ഒരു ഇമോജി എങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക സോഷ്യൽ മീഡിയയിൽ. അതിന് ഒത്തിരി സമയം എടുക്കുമോ? നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടു, നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നിയാൽ എല്ലാത്തിനും പോയി ഇമോജി ഇടാനും കമന്റ് ചെയ്യാനും അല്ല പറയുന്നത്, കൊള്ളാമെന്ന് തോന്നി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതികരണം അതിനകത്ത് നടത്തണം തോന്നി, നമ്മുടെ സമൂഹത്തിന് ദോഷമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നി, നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് വെർച്വൽ ലൈഫിൽ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും ഒരു മയ്യത്തായ ഒരാൾ ചിരിച്ചു കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ ഒരാൾ ചിരിച്ചു കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ വെർച്വൽ ലൈഫിൽ നിങ്ങൾ ചിരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ മരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു കമന്റ്, ഒരു സന്തോഷമുള്ള ഒരു കമന്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഫേസ് മാറുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാറുണ്ടോ? നിങ്ങൾക്ക് കൊള്ളാം. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തപ്പോൾ ഒരു മാഡത്തിന്റെ പേര് എനിക്കറിയില്ല, ഹേമ മാഡം. ഓക്കെ, മാഡം എന്നെ വിഷ് ചെയ്തു. എനിക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം വന്നു. ഞാൻ പുതുതായിട്ട് ഗ്രൂപ്പിലേക്ക് വന്നു, അപ്പൊ എന്നെ വിഷ് ചെയ്തു, എനിക്ക് സന്തോഷം വന്നു. ഇനി ആര് വിഷ് ചെയ്തില്ലായിരുന്നെങ്കിലോ? എനിക്കൊരു സങ്കടം വരും. ഞാൻ പുതുതായിട്ട് വന്നിട്ട് എന്നെ ആര് വിഷ് ചെയ്തില്ലല്ലോ? തീർച്ചയായിട്ടും വരും. ഞാൻ പക്ഷെ പറയാൻ പറ്റുമോ? ഞാൻ പുതിയ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങൾ എന്താ വിഷ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ വിഷ് ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇതേപോലെ തന്നെയാണ് എല്ലാ മനുഷ്യർക്കും. സാദിൽ സാർ, ഓക്കെ, സാറിന്റെ ഒരു ചിരി എന്ത് മനോഹരമായിട്ടുള്ള ചിരിയാണ്. സാറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. വളരെ ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നു. അത് കാണാൻ വളരെ ഭംഗിയാണ്. ഞാൻ അതിന്റെ താഴെ പോയിട്ട് ചെറിയ രീതിയിൽ എന്റെ ഒരു ഇമോജി കൊടുത്തു. അവിടെ ഒരു സന്തോഷം ഉണ്ടാവുക ചെയ്യുന്നത്. അത് അനലൈസ് ചെയ്യുന്നവർക്ക് അത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഒരു ഹാർട്ട് ഇട്ടു എന്ന് വിചാരിച്ചിട്ട് ആരും നിങ്ങളുടെ പുറകെ വരാൻ പോകുന്നില്ല. വരുമോ? ഹാർട്ട് ഇടുന്നവരൊക്കെ നിങ്ങളുടെ പുറകെ വരിക? ഇല്ല, വരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പറ്റുന്ന മാക്സിമം ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവ് ഇമ്പാക്ട്സ് കൊണ്ടുവരിക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും പോസിറ്റീവ് ഇമ്പാക്ട്സ് ഈ ലോകത്തിന് സമ്മാനിച്ചിട്ട് വേണം നമ്മൾ ഫിനിറ്റ് ലൈഫ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് ഒരു ജനനം ഉണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്? ഈ ലൈഫിൽ ജീവിക്കുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുന്നവരായിട്ട് ജീവിക്കുക. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് കണക്ഷൻസ്. കണക്ഷൻസിന് എപ്പോഴും വാല്യൂ ഉണ്ട്. ഓക്കെ, നമ്മുടെ വാല്യൂ ഉണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിന് എപ്പോഴും വാല്യൂ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സ്ട്രോങ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക. സ്ട്രോങ് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ സ്ട്രോങ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്? ഹലോ, നല്ല കണക്ഷൻസ് എന്തിനാണ്? എന്തോ
ഹലോ ഹാപ്പിനെസിന് വേണ്ടി നമ്മുടെ തന്നെ വെൽബീയിങ്ങിന് വേണ്ടിയും ഏറ്റവും അത്യാവശ്യമാണ് നല്ല കണക്ഷൻസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ്. അത് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഓവറോൾ ക്വാളിറ്റി, നമ്മുടെ മുഴുവനായിട്ടുള്ള ക്വാളിറ്റി കൂടാൻ നമ്മളെ സഹായിക്കും. ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നല്ല കണക്ഷൻസ്. എന്ത് ഈ നല്ല കണക്ഷൻസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെ ഈ നല്ല കണക്ഷൻസ് കിട്ടുക? ഹലോ, നല്ല നമ്മുടെ കൂടെ പഠിച്ച അവിടുന്ന് നമുക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടാം. JC പോലത്തെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. അതെ, തീർച്ചയായിട്ടും കിട്ടും. പിന്നെ മനോജ് സാർ പറയൂ, സാർ എന്തോ പറയണ്ടെന്ന് തോന്നുന്നു, പറയൂ. സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും സ്ഥാപനത്തിൽ നിന്ന് കിട്ടും, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടൂലേ? അതെ, നമ്മുടെ അച്ഛനും വഹിക്കുമ്പോഴാണ് ആദ്യം നമുക്ക് കിട്ടുന്ന ആ സ്ട്രോങ്, നമുക്ക് എല്ലാ ഇതും കിട്ടുന്ന അവിടെ നിന്നാണ്. തീർച്ചയായിട്ടും അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, ഗ്രാൻഡ് പേരൻസിന്റെ അടുത്തുനിന്ന്, ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന്, അങ്ങനെ ലോകത്തിന്റെ ഏതറ്റത്ത് വരെ നമ്മൾ പോകുന്നു, അവിടെ നിന്നെല്ലാം നമുക്ക് റിലേഷൻസ് കിട്ടും. പക്ഷേ ഇവിടെ ഈ കിട്ടുന്ന എല്ലാ റിലേഷനും നമ്മൾ കൊണ്ടു നടക്കാറുണ്ടോ? ഫോൺ ഉദ്ദേശിക്കുന്നത് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു പോയിന്റിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നതായിരിക്കും, ഏതൊരു പോയിന്റിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് സ്ട്രോങ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു 50 പേരെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. വെക്കുവോ? ഇന്ന് നിങ്ങളുടെ ഫോൺ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ തന്നെ എഴുതുക, ഇയാളെ വിശ്വസിക്കാൻ പറ്റും, ഇയാളെ ഏതൊരു സമയത്ത് വിളിക്കാൻ പറ്റും. എനിക്ക് അങ്ങനെ ഒരു 50 പേരുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ഒരു ബലമാണ്. നമുക്ക് പ്രത്യേകിച്ച് JC-യിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള റിലേഷൻസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അടുത്തത് മീനിങ് ബോണ്ട്. മീനിങ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ബോണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സപ്പോർട്ട് സിസ്റ്റം. നേരത്തെ ഞാൻ പറഞ്ഞ 50 പേര് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് ചുറ്റും ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇത് വേറെ ആരും നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരാനില്ല. വളരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. സ്മോൾ ജസ്റ്റേഴ്സ് ക്യാൻ ബിൽഡ് ഡീപ് മീനിങ് ഫുൾ ബോണ്ട് വിത്ത് അതേഴ്സ്. അതായത് നമ്മൾ ഓൺലൈൻ വെർച്വൽ ലൈഫിലാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കൊരു സുഹൃത്തുണ്ട്, ഒരു റൊമേനിയക്കാരിയാണ്. ആ ആൾക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, എനിക്കറിയുന്ന ഭാഷകളൊന്നും അറിയില്ല. ആകെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കും. അവർക്ക് എന്താണ് പറയാനുള്ളത് അവർ അതിനകത്ത് ടൈപ്പ് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്യും, വാട്സപ്പിലേക്ക് അയക്കും. അവർ നമ്മൾ വീഡിയോ കാണുകയാണ്. ഇങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള ബോൺസ് ഉണ്ടാക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ പല രാജ്യങ്ങളിലുള്ളവരെ പോയിട്ട് കണ്ടുപിടിക്കുക, ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വെച്ചിട്ട് ചെയ്യാനുള്ളതല്ല ഉദ്ദേശിച്ചത്. നമുക്ക് അങ്ങനെ ഒരു റിലേഷൻ വരുവാണെങ്കിൽ ഇങ്ങനെ പോലും നമുക്ക് റിലേഷൻഷിപ്പ് വെർച്വൽ ലൈഫിൽ ഉണ്ടാക്കാം എന്ന് പറയുമായിരുന്നു. ലാംഗ്വേജ് പോലും ഒരു ബാരിയർ അല്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ സ്മോൾ ജസ്റ്റേഴ്സ്, ചെറിയൊരു ജസ്റ്റേഴ്സ് പോലും നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്രീസിയേഷൻ കൊടുക്കുക, സപ്പോർട്ട്, ബാക്കിയുള്ളവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ബോണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് നർച്ചറിംഗ് ടൈസ്. നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, നമ്മൾ ആദ്യത്തെ സ്ട്രോങ് റിലേഷൻഷിപ്പിൽ പറഞ്ഞതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ റിലേഷൻ ആയിക്കോട്ടെ, ഇതിലെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കണം. നമ്മളൊരു ചെടി നമ്മൾ മേടിച്ചു, 10, 500 അല്ലെങ്കിൽ 1000 രൂപ കൊടുത്തൊരു ചെടി മേടിച്ചു. ആ ചെടി നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചു, അതിന് പൂ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യമുണ്ടോ? ഞാൻ 1000 രൂപ കൊടുത്ത് മേടിച്ച് പൂവാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് വെള്ളം കൊടുക്കുന്നില്ല, വെയിൽ കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല, എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് കിട്ടേണ്ട കാര്യം കിട്ടിയില്ലെങ്കിൽ, ആ ഒരു റിലേഷൻ നമുക്ക് നർച്ചർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ റിലേഷൻ കെട്ടുപോകും. അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അച്ഛനും അമ്മ ആയിക്കോട്ടെ, പ്രൊഫഷണൽ റിലേഷൻ ആയിക്കോട്ടെ, ഫാമിലിയിലുള്ള എന്ത് റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്ത് തരം റിലേഷൻ ആണെങ്കിലും നമ്മൾ നർച്ചർ ചെയ്യുന്നില്ല എങ്കിൽ, അതിനെ പരിപാലിക്കുന്നില്ല എങ്കിൽ, വേണ്ടപ്പം വേണ്ട വളവും വെള്ളവും വെയിലും ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ റിലേഷൻ മുന്നോട്ട് പോവില്ല. അത് ബിസിനസ്സുകാരായാലും ടീച്ചേഴ്സ് ആണെങ്കിലും ഏത് പ്രൊഫഷണൽ ഉള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് നർച്ചറിംഗ് ടൈസ്. നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ നമ്മൾ നർച്ചർ ചെയ്യാൻ സാധിക്കണം. അത് ഏത് തരത്തിലാണ്, ഏത് ബൗണ്ടറി ആണെന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പം സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മീനിങ് ഫുൾ ആയിട്ടുള്ള ബോണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത് നർച്ചറിംഗ് ടൈസ്. ഇതൊരു 75 വർഷം നീണ്ടു നിന്ന ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ടുള്ള 3 പോയിന്റ്സ് ആണ് പറഞ്ഞത്. സ്ട്രോങ് റിലേഷൻഷിപ്പ്, ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മളെ ഏറ്റവും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? സ്ട്രോങ് റിലേഷൻഷിപ്പ് കൊണ്ടുവരണം. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ആരെയൊക്കെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നവരുണ്ട്, ഏത് ബൗണ്ടറി വരെ നമ്മളെ കൊണ്ടുവരാൻ പറ്റും, എവിടെ വരെ നമുക്ക് അടുപ്പിക്കാൻ പറ്റും, എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻ ആണ് നമുക്കുള്ളത്, ഇതിനെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാര്യകാരണ സഹിതം വേണം നമ്മൾ ഇത് വെക്കാൻ. ഇതിനകത്തൊരു തെറ്റുമില്ല. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റാണോ? ഒരിക്കലും അല്ല. കാരണം നമുക്ക് നമ്മൾ നന്നായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യും. അടുത്തത് മീനിങ് ഫുൾ ആയിട്ടുള്ള ബോൺസ്, അർത്ഥവത്തായിട്ടുള്ള ബോണ്ടുകൾ കൊണ്ടുവരിക. അടുത്തത് നർച്ചറിംഗ് ടൈസ്. ഓരോ ടൈസും, ഓരോ ബന്ധങ്ങളും നർച്ചർ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ഇനി ഏകദേശം എംബ്രേസ് ലൈഫ്. നമ്മുടെ ലൈഫ് ഒരൊറ്റ ലൈഫാണുള്ളത്. ഈ ലൈഫിനെ നമ്മൾ എംബ്രേസ് ചെയ്യുക, വളരെ സ്നേഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുക. ഫസ്റ്റ് വൺ, പർപ്പസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ലൈഫിന് തീർച്ചയായിട്ടും ഒരു പർപ്പസ് വേണം. പർപ്പസ് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ബസ്സിൽ കയറി, നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് എങ്ങോട്ടാ പോകേണ്ടി അറിയില്ല, കണ്ടക്ടർ ചോദിച്ചു ഏതാ ടിക്കറ്റ് എടുക്കണം, എങ്ങോട്ടാന്ന് അറിയില്ല, എങ്ങോട്ടാ വെച്ചെടുത്തോ, അങ്ങനെ പറയോ ആരെങ്കിലും? ശ്രീ സാർ, ഹലോ സാർ, വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പറയോ? ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും ലക്ഷ്യം ഉണ്ടാവും, ഒരു പർപ്പസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിന് കയറിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പർപ്പസ് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒക്കെ ബർത്ത്ഡേ ആണ്. അപ്പൊ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ടാവണം ലൈഫിൽ. ഒരു ട്രെയിനർ ആണെങ്കിൽ ഇത്ര ട്രെയിനിങ്സ് ഞാൻ എടുക്കും, ഇത്ര പേഷ്യൻസിനെ ഞാൻ അറ്റൻഡ് ചെയ്യും, ഇത്ര കൗൺസിലിംഗ്സ് ഞാൻ ചെയ്യും, ഇത്ര കുട്ടികളുമായിട്ട് ഞാൻ ഒരു ബന്ധം സ്ഥാപിക്കും. ടീച്ചറാണെങ്കിൽ ഇത്ര കുട്ടികളുമായിട്ട് ഞാൻ ഒരു ബന്ധം സ്ഥാപിക്കും. ഒരു കുട്ടിയായിട്ട് ഒരു ബന്ധമില്ല, സ്കൂളിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കുന്നു, തിരിച്ചു പോകുന്നു. എന്റെ ഉത്തരവാദിത്തം ഞാൻ ചെയ്തു. തീർച്ചയായിട്ടും സാധാരണ ഒരു ടീച്ചറായിട്ട് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയാം, സാധാരണ ഒരു ട്രെയിനറായിട്ട് വിട പറയാം. സാധാരണക്കാരനായി ജീവിച്ചാൽ മതി, തീർച്ചയായിട്ടും ഓക്കെ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ നല്ല മനുഷ്യനാണ്, വെൽ ആൻഡ് ഗുഡ്, അപ്രീഷിയേറ്റ്. പക്ഷേ നിങ്ങൾക്ക് ഒരു മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടാവണം. എംബ്രേസ് ലൈഫ് വിത്ത് പർപ്പസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ളവരായിട്ടിരിക്കുക. ഓരോ നിമിഷവും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും.
ഹേമ മാഡത്തിന്റെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരാറില്ലേ? കമന്റ് വരുമ്പോൾ സന്തോഷം വരാറില്ലേ? ശ്രീ സാറിന്റെ കമന്റ് വന്നപ്പോൾ ഇന്നലെ സന്തോഷം വന്നു. തീർച്ചയായും എനിക്ക് സന്തോഷം വന്നു. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും സന്തോഷം വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മളായിട്ട് സൃഷ്ടിക്കേണ്ടതാണ്. ഫൈൻഡിങ് ജോയിൻ സിമ്പിൾ തിങ്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഇന്നലെ സാർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ്. നമുക്ക് എന്താണ് സന്തോഷം തോന്നിയത് അത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. എന്ത് സന്തോഷം ആയിക്കോട്ടെ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ മൊത്തം സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനാവും. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളെല്ലാം സന്തോഷത്തിന്റെ രശ്മികളായി മാറാൻ തുടങ്ങും. അത് തന്നെയാണ് ഈ ലോകത്തിൽ ആവശ്യമുള്ളത്. ബാക്കിയുള്ളവർക്കും അത് തന്നെയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും കരയുന്ന, പരാതി പറയുന്ന, സങ്കടം പറയുന്ന ഒരാളെ ആർക്കും വേണ്ട. കാരണം അത്രയും ടെൻഷനും റിസ്ക്കും ഒക്കെ ഉള്ള ലൈഫാണ്. അപ്പൊ നമ്മളിൽ നിന്ന് ഒരാൾ ഒരു സാമീപ്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഫീലിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. സെയിം ടൈം നമുക്കൊരു പർപ്പസ് ഉണ്ടായിരിക്കുക, ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് മാറുക. അത് പോസിറ്റീവ് ഇമ്പാക്ട്. നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുക. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരുമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒരു കാര്യം ലോകത്താർക്കും കിട്ടുന്നില്ല. കാരണം എല്ലാ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ കാണുകയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിലൂടെ നിങ്ങൾ പോവുകയാണ്, പുതിയ ആശയം, ഏറ്റവും പോസിറ്റീവ് ആയിട്ടൊരു ദിവസം തുടങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് നല്ലൊരു കാര്യം ഇതിന് കിട്ടാനില്ല. ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് തുടങ്ങിയ ആളുടെ ഒരു വിഷനും അത്രമാത്രമാണ്. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങളിലൂടെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളൊന്നും ഭയങ്കര രസമായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അത് മനോഹരമായി മാറാൻ തുടങ്ങും. നിങ്ങളുടെ ഡിഫറൻസ് ബാക്കിയുള്ളവർ മനസ്സിലാക്കാൻ തുടങ്ങും. ആദ്യം നിങ്ങളുടെ ഡിഫറൻസ് കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടായിട്ട് പറയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവന് വട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരമാണ്, ഇങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇമ്പാക്ട് ആയിട്ട് മാറും, ഭയങ്കര ഇമ്പാക്ട് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. ഒരിക്കലും നിങ്ങൾ വളരുന്നതിൽ നിന്ന് പുറകിലേക്ക് പോകരുത്. ഒരു 1 2 അല്ലെങ്കിൽ 5 വയസ്സൊക്കെ ഉള്ള കുട്ടിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുമ്പോൾ 1 വയസ്സുള്ള കുട്ടിയുടെ അതേ വലുപ്പമാണ് 5 വയസ്സുള്ള കുട്ടിക്ക്. ഹലോ, അല്ല, വ്യത്യാസമില്ലേ? ഇല്ലെങ്കിലോ മനസ്സ് വളരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? മുരടിച്ചു പോയെന്ന് പറയും. മുരടിച്ചു പോയെന്ന് പറയും. ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വിശദമാക്കാനുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഗ്രോയിങ്ങിന് തടസ്സമായിട്ട്, വളർച്ചയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ മാറ്റുക. അത് റിലേഷൻ ആയിക്കോട്ടെ, ഒരു സാഹചര്യം ആയിക്കോട്ടെ. ഈ സാഹചര്യങ്ങളൊക്കെ എന്താണ്, നമ്മളായിട്ട് കൊണ്ടുവരുന്നതാണ്. ആ ഒരു സാഹചര്യവും കാരണമാണ് ചില ആൾക്ക് എന്റെ ഒരു സാഹചര്യം അങ്ങനെയാണ്, എന്റെ പ്രശ്നം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എല്ലാവരുടെ ചുറ്റുപാടിലുള്ളതാണ്. പക്ഷെ ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അതിനൊരു സൊല്യൂഷൻ, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതിന് സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ട്രെയിനിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതാണോ? ഹലോ, ആണോ? അല്ല. സൊല്യൂഷൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് JCയിൽ ആൾക്കാർ നമുക്ക് കൂടെ നിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്തൊരു കാര്യമില്ല. ഇവിടെ ഞാനിപ്പം പറഞ്ഞു, ഇവിടെ ഇത്രയും പേരുണ്ട് നമുക്ക് കൂടെ നിൽക്കാൻ. ഇവരെല്ലാരും നമുക്ക് കൂടെ നിൽക്കുവോ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇവരെല്ലാരും ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവൂല. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഒരുക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. JCA എന്ന് മാത്രമല്ല, എക്സ്പ്ലോർ ചെയ്യാൻ ഇനി ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് പോസിബിലിറ്റീസ് കണ്ടെത്തുക. കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ് യുവർ ഹോറിസോൺസ്. നമ്മൾ ഇന്നൊരു പുതിയ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ്ലി എക്സ്പാൻഡിങ് യുവർ ഹോറിസോൺസ്. നിങ്ങളുടെ ഹോറിസോൺസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമുക്ക് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ നേടാൻ പറ്റും, പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുക. നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്, നെവർ സ്റ്റോപ്പ് ലേണിംഗ്, എക്സ്പ്ലോർ ന്യൂ പോസിബിലിറ്റീസ്, കണ്ടിന്യൂസ്ലി എക്സ്പാൻഡ് യുവർ ഹോറിസോൺസ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പർപ്പസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ടിരിക്കുക, പോസിറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക, നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നമ്മൾ നിർത്താം. ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു പഴയ വ്യക്തിയും പുതിയ വ്യക്തി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്താണെങ്കിലും ഉണ്ടാവണം, ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവണം. അത് നമ്മൾ ജനിച്ച ദിവസത്തിനപ്പുറമായിട്ട് വേറൊരു ദിവസം നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഇന്ന ദിവസമായിരുന്നു എന്റെ ടേണിംഗ് പോയിന്റ്. അതില്ലാത്തവർക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വെക്കുക. നിങ്ങളുടെ ലൈഫ് നാളെ മുതൽ കംപ്ലീറ്റ്ലി മാറുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ മാറാൻ വേണ്ടി ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഇന്ന കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ ഞാൻ മാറ്റം വരുത്തണം. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് ടിക്ക് ചെയ്യുക. ചെറിയ ചെറിയ കാര്യം ആയിക്കോട്ടെ. ചെടിക്ക് വെള്ളം, എല്ലാ ദിവസവും ചെടി ഇങ്ങനെ ഭയങ്കര വില കൊടുത്ത് നമ്മൾ ചെടി വാങ്ങി ചെടിയെല്ലാം കരിഞ്ഞു പോവാണ്. നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള മടി കൊണ്ടാണ് സംഭവിക്കുന്നത്. ചെറിയ കാര്യമാണ്, ഞാൻ ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കും, രാത്രിയാകുമ്പോൾ ടിക്ക് ഇട്ടു. നമുക്ക് കിട്ടുന്ന സന്തോഷം അത്രമാത്രമാണ്.
ഓക്കെ, ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതേപോലെ തന്നെ വലിയ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ജേണി മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജേണിയിൽ ഒരുപാട് ചെറിയ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ മൈൽ സ്റ്റോൺ ആയിട്ട് കീപ്പ് ചെയ്യുന്ന ദിവസങ്ങൾ, നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. ബർത്ത്ഡേ ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്ത് വെക്കാറുണ്ട്. അടുത്ത് സെലിബ്രേറ്റിംഗ് ബോൺഡ്സ്. എന്തിനാണ് നമ്മൾ ബോൺഡ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആനിവേഴ്സറി ആയിക്കോട്ടെ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ വേണ്ടി ആനിവേഴ്സറി സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഒരു 10 വർഷം ആകുമ്പോൾ 5 വർഷം ആകുമ്പോൾ ഈ ഒരു നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 വർഷം ആഘോഷിക്കുമ്പോൾ നമുക്ക് എവിടം വരെ നമ്മൾ എത്തി, അല്ലെങ്കിൽ ഇനി നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താം, ഇതാണ് കമ്പനി മൈൽ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഗോൾസ്, ഫ്യൂച്ചർ ഗോൾസ്, നമുക്ക് അച്ചീവ്മെന്റ്സ് ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡേറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ നമ്മൾ ആഘോഷിക്കുന്നതും നമുക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ഘടകമായതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, ഒരു ഹിമാലയം കയറുന്ന ഒരാള് ഒറ്റയടിക്ക് കയറുകയല്ല, അതിനകത്ത് ഇടയ്ക്ക് ഓരോ പോയിന്റ്സ് ഉണ്ട്. ആ ഓരോ പോയിന്റ്സിൽ എത്തുമ്പോഴും, അച്ചീവ്മെന്റ്സിലേക്ക് എത്തുമ്പോഴും അവർ സെലിബ്രേറ്റ് ചെയ്യും. എന്തിനാണ്? ഇത്രയും ഞാൻ എത്തി, ഇനി ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷൻ ഉണ്ടാവണം. ഇതാണ് എന്റെ ലക്ഷ്യം, 100 കോടി ടേൺ ഓവർ ആണ് എന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം, ഇത്രയും പേഷ്യന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഇതിനെ ചെറിയതായിട്ട് കട്ട് ഷോട്ട് ചെയ്ത് നമുക്ക് ഓരോ വർഷവും ബർത്ത്ഡേ ഉള്ളതുപോലെ നമ്മൾ കട്ട് ഷോട്ട് ചെയ്ത് വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ വർഷവും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര അച്ചീവ്മെന്റ്സിലേക്ക് നമ്മൾ എത്തി, ഇനിയും അടുത്ത വർഷം ഇന്ന കാര്യങ്ങളാണ്. വളരെ ക്ലിയർ ആയി, വിഷൻ ക്ലിയർ ആയി, മിഷൻ ക്ലിയർ ആയി, പർപ്പസ് ക്ലിയർ ആയി, നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് റിയാലിറ്റി ഓഫ് ലൈഫ്. ലൈഫിന്റെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഫിനിറ്റ് ലൈഫാണ്, വളരെ ചെറിയ ലൈഫാണ്. നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് ജനനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മരണമുണ്ട്. ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. ലിവിങ് ഫുള്ളി, മുഴുവനായിട്ട് ജീവിക്കുക. ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫിൽ എന്നും ഒരു സാധാരണ വ്യക്തിയായിട്ട് ജീവിക്കാം. മാറ്റങ്ങൾക്ക് വിധേയമാവാൻ വേണ്ടി തയ്യാറാവുക. റിസ്ക് എടുക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. ദ ഓൺലി വേ ടു ഡു ഗ്രേറ്റ് വർക്ക് ഈസ് ടു ലവ് വാട്ട് യു ഡു. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ അതിന് ഘടകമായിട്ടുള്ളൂ. അടുത്തത് ന്യൂ ബിഗിനിങ്. ചിരിക്കുന്നതിന്റെ അത്ഭുതത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ചിരിക്കുന്നതിന്റെ ഒരു പവറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഒരു പുതിയ തുടക്കം. ഇന്ന് മുതൽ നമുക്ക് കാണുന്നവരോടൊക്കെ നമുക്ക് ചിരിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. നമ്മളൊന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കടയിലുള്ള ഒരു മനുഷ്യൻ, അവര് വളരെ തിരക്ക് പിടിച്ചൊരു കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് നയിക്കുന്നെങ്കിൽ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരു ചിരി സമ്മാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് വേറെ എന്തൊക്കെ കിട്ടിയാലും അതിനേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ചിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിരിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ആയുസ് കൂട്ടാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് നന്നായി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ചിരിക്കുക എന്നുള്ളത്. അടുത്തത് ചേഞ്ചിങ് ലൈഫ്. ഈ ഒരു കാലഘട്ടത്തില്, ഈ ഒരു വെർച്വൽ ലൈഫില് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? നമ്മുടെ ഇമോജീസ് കൊടുക്കുന്നതിലൂടെ, നമുക്ക് ഓൺലൈനിൽ ഒരു പോസ്റ്റർ വന്നാൽ, വീഡിയോ വന്നാൽ അതിന്റെ താഴെ നമ്മൾ കൊടുക്കുന്ന കമന്റിലൂടെ, നമ്മുടെ ഇൻവോൾവ്മെന്റിലൂടെ നമുക്ക് എങ്ങനെ നമ്മൾ ലൈവ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ സംസാരിക്കുന്നതും. ഇപ്പൊ ഈ ചാറ്റ് ബോക്സിൽ ബിന്ദു മാം സംസാരിക്കുന്നൊക്കെ, അത് അങ്ങനെ എല്ലാവരും സംസാരിക്കുന്നത്, അത് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കട്ടെ. പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു തെളിവാണ് നമ്മൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നു എന്നുള്ളത്. അടുത്തത് വാല്യൂ ഓഫ് കണക്ഷൻസിന് ഭയങ്കര വാല്യൂ ഉണ്ട്. സ്ട്രോങ് റിലേഷൻഷിപ്പ് കൊണ്ടുവരിക, അതിനെ നമ്മൾ നർച്ചർ ചെയ്യുക. അടുത്തത് മീനിങ് ഫുൾ ബോണ്ട്സ്, അർത്ഥവത്തായിട്ടുള്ള ബോണ്ടുകൾ കൊണ്ടുവരിക. അടുത്തത് നമ്മളുമായി ചുറ്റപ്പെട്ടിരിക്കുന്നവരെ, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, പ്രൊഫഷണൽ റിലേഷൻ, ഇതിനെല്ലാം വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് അതിനെ സമ്പുഷ്ടമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ റിലേഷൻ എല്ലാം നിലനിൽക്കുകയുള്ളൂ. സമയങ്ങളിൽ വെള്ളവും വളവും വെയിലും ഒക്കെ കൊടുത്ത് അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചാൽ മാത്രമേ ഈ റിലേഷനൊക്കെ നിലനിൽക്കുകയുള്ളൂ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റിലേഷൻ നിങ്ങൾക്ക് വേണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എവിടെ ബൗണ്ടറി ഇടണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ പോകുന്ന റിലേഷൻ എല്ലാം പോയി കണ്ടുപിടിക്കുക എന്നുള്ളതല്ല,
അതിനപ്പുറത്തേക്ക് എവിടെ വേണം, എപ്പം വരെ വേണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ഒരു റിലേഷൻ വേണം തോന്നിയാൽ അതിന് വേണ്ട വളവും വെള്ളവും ഇതൊക്കെ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. ഓക്കെ, അടുത്തത് ഞാനൊരു സർപ്രൈസ് ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിരുന്നു. അത് പർപ്പസ് ഉണ്ടാവുന്നതിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നതിലൂടെ, നമ്മുടെ ലൈഫിന് കൃത്യമായിട്ട് ഒരു പർപ്പസ് ഉണ്ടാവുന്നതിലൂടെയും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നതിലൂടെയും ഓരോ ദിവസവും ഓരോ പോയിന്റിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മീനിങ് ഫുൾ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഇമ്പാക്ട്, പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് അത്രമാത്രം സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് നെവർ സ്റ്റോപ്പ് ഗ്രോയിങ്. വളരുന്നതിന് തടസ്സമായിട്ട് എന്തൊക്കെയുണ്ടോ അതിനെ മാറ്റുക, നമ്മൾ വളർച്ച നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷനിലൂടെ പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒറ്റ വിഷയമുള്ളൂ, നിങ്ങളുടെ ലൈഫ് എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരു ബർത്ത്ഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫ് ഇന്നലെ വരെയുള്ള ഒരു വ്യക്തിയാവാതെ പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ ഓരോരുത്തർക്ക് സാധിക്കട്ടെ. വിഷ് യു എ വണ്ടർഫുൾ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു അവസരം തന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഷിറോണ മാം. താങ്ക് യു വെരി മച്ച്. എന്താ ഇവിടെ ഉണ്ടായത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ, എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? മാഡം ചോദിച്ചു, ഞാൻ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് ഇരുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള അറിയാനുള്ളൊരു ജിജ്ഞാസ കൊണ്ടുള്ള സീരിയസ്നെസ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ നിങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഫ്ലോറിൽ 57 പേരുണ്ട്. 57 പേരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും പല ഡേറ്റും പറയും, കൃത്യമായിട്ട് പറയും. പക്ഷെ ഞാൻ പറയുന്ന നിങ്ങളെ ബർത്ത്ഡേയുടെ ഡേറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ എന്നാന്നുള്ളത്. 2025 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് ഈ 57 പേരുടെയും ബർത്ത്ഡേ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ ബർത്ത്ഡേ എന്നുള്ളതും ഒരു പുതിയ ജനനത്തിന്റെ, പുതിയ മനുഷ്യനാവാനുള്ള തുടക്കമാണ്. ജനനത്തിലുപരി നമ്മുടെ കർമ്മം കൊണ്ട് തുടങ്ങുക എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഷിനോമ മാഡത്തെപ്പോലുള്ള ഒരു വ്യക്തി തന്നത്. ഏതായാലും വളരെ എല്ലാവരും വണ്ടടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഷിനോമ, ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. നാളെ റിസൾട്ട് പറയും നമ്മുടെ പ്രോഗ്രാമിൽ വെച്ചിട്ട്, ട്രെയിനിങ്ങിൽ. ഒരു കണ്ടിന്യൂറ്റി പ്രോഗ്രാം ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. Okay, I invite Suja ma'am. Propose to vote of thanks. Thank you, Srijit sir, for your wonderful privilege. ഇന്ന് 150-ാമത്തെ സെഷൻ കൈകാര്യം ചെയ്തത് നമ്മുടെ ഷിറോണ മാം ആണ്. നമ്മുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റിനെ പവർ ഓഫ് സ്മൈലിലൂടെയും, അതുപോലെ തന്നെ റിസ്ക്, ഫ്രഷ് സ്റ്റാർട്ട്, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ്, വാല്യൂ ഓഫ് കണക്ഷൻസ്, മീനിങ് ഫുൾ ബോണ്ട്സ്, ഇതിലൂടെ എല്ലാവരുടെയും മൈൻഡില്, അതായത് എല്ലാവർക്കും ഒരു മൈൻഡില് എന്ന് മാത്രമല്ല, എല്ലാവർക്കും ഒരു പുതിയ ബർത്ത്ഡേ. എല്ലാവരും നമ്മുടെയൊക്കെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച ദിവസമാണ് നമ്മുടെ ബർത്ത്ഡേ. പക്ഷെ ഇന്ന് മാം എല്ലാവർക്കും ഒരു പുതിയ ബർത്ത്ഡേ നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യമായ വിഷനിലൂടെയും മിഷനിലൂടെയും അതുപോലെ തന്നെ പർപ്പസിലൂടെയും ഒരാളുടെ ജീവിതം എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് ഒരിക്കൽ കൂടി വളരെ എനർജറ്റിക്കായും വളരെ പ്ലസന്റ് മൈൻഡോട് കൂടി എല്ലാവരുടെയും മൈൻഡ് കവർന്നെടുത്തുകൊണ്ട് നല്ലൊരു സെഷൻ അവതരിപ്പിച്ച ഷിറോണ മാമിനാണ് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നത്. പിന്നെ അടുത്തതായി